ഈ കൂട്ടായ്മയിലേക്ക് വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും ജോയിൻ ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നാൾതോറും ഇതിനകത്ത് ദൈവത്തിൻ്റെ നിറവായ സാന്നിധ്യം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹീതമായ സന്നിധിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കും. ഒരാത്മീയമായ ഒരു അഭിവൃദ്ധി, ഒരാത്മീയ കണ്ണ്, തെളിച്ചത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ ഹിതത്തെ തിരിച്ചറിയത്തക്ക കൃപകൾ കൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മെ അനുകാരികളാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും പോയത് നമുക്ക് മുൻപേ പോയ വ്യക്തികൾ നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുകയും അവരുടെ കൂടെ കൂട്ടി നമ്മളെ കൊണ്ടുപോകുകയും നമ്മളൊക്കെ പല സ്ഥലങ്ങളും അറിഞ്ഞു തുടങ്ങിയത് നമുക്ക് മുൻപേ അറിഞ്ഞവർ ചൂണ്ടിക്കാണിക്കുകയും പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും നമ്മളൊക്കെ കൂട്ടക്ഷരത്തോടുകൂടെ കൂട്ടി വായിക്കാൻ പഠിച്ചത് നമുക്ക് മുൻപേ പഠിച്ച വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരികയും എഴുതി കാണിക്കുകയും വരച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ്. ബൈബിളിലും നമുക്ക് മുൻപേ സഞ്ചരിച്ച വ്യക്തികൾ, അറിഞ്ഞ വ്യക്തികൾ, കണ്ട വ്യക്തികൾ, പഠിച്ച വ്യക്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നിലധികം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. അതിലാരെയും മാതൃകയാക്കണമെന്ന് മാതൃകയാക്കിയവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പത്രോസിൽ നോക്കി പഠിക്കാൻ നമുക്ക് ഒരു ഗുണമുള്ളപ്പോൾ പൗലോസിൽ നോക്കി പഠിക്കാൻ നമുക്ക് കുറച്ചധികം ഗുണങ്ങളുണ്ട്. അതേസമയം യേശു കർത്താവിനെ നോക്കി പഠിക്കാൻ പൂർണ്ണമായ ഗുണങ്ങൾ നോക്കി പഠിക്കാൻ യേശു കർത്താവിൽ പൂർണ്ണതയോടുകൂടെ തന്നെയുണ്ട്. ബൈബിളും നാം ചില കാര്യങ്ങളെ അനുകരിക്കണം, ചില വ്യക്തികളെ അനുകരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അനുകരിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തെറ്റുകൂടാതെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നിന്ന് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ എനിക്കറിഞ്ഞുകൂടെങ്കിൽ വെള്ളയമ്പലത്ത് പല പ്രാവശ്യം പോയ ഒരു വ്യക്തിയെ ഞാൻ സമീപിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയിൽ, സമയലാഭവും ഇന്ധനലാഭവുമുള്ള ഒരു വഴിയിൽ കൂടെ അയാൾ എന്നെ വെള്ളയമ്പലത്തെത്താൻ സഹായിക്കും എന്നതുപോലെ ദുർഘടങ്ങൾ എവിടെയുണ്ട്, പ്രതിസന്ധികൾ എവിടെയുണ്ട്, പരാജയങ്ങൾ എവിടെ വരാം, എങ്ങനെ വരാം, വന്നാൽ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്നറിഞ്ഞ ക്രിസ്തുവിൽ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തർ നമുക്ക് വിശുദ്ധ ബൈബിളിൽ അതിനുള്ള വഴികൾ കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളെ ഒരു ശരിയായ അനുകരണശേഷിയുള്ള ഒരു വ്യക്തിത്വമാക്കി പരിശുദ്ധാത്മാവ് പണിതെടുക്കും. ശരിയായ ഒരു അനുകരണശേഷിയുള്ള ഒരു വ്യക്തിത്വം, തെറ്റുകൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന, മുട്ടുകൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശരിയായ ഒരു അനുകരണ സ്വഭാവം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ക്രിസ്തുവിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ ആ നിലവാരത്തിൽ പണിതെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് സന്നദ്ധനായി നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. നിങ്ങളിൽ ചിലരെ ഇന്ന് പരിശുദ്ധാത്മാവ് ആ നിലവാരത്തിൽ, ആ പ്രതികരണശേഷിയുള്ള, അനുകരണശേഷിയുള്ള വ്യക്തിത്വമാക്കി ദൈവാത്മാവ് മാറ്റാൻ പോവുകയാണ്.
എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു എന്നെ ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവാക്കിയെടുക്കാൻ പോവുകയാണെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? കർത്താവ് അത് ചെയ്യട്ടെ. നോക്കിയേ, 1-ാമത്തെ വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ബൈബിൾ ആരെ അനുകരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു? അത് ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിക്കാൻ പറയുമ്പോൾ ദൈവത്തിൽ, ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ കണ്ണിൽ ഞാൻ ആരാണെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. എനിക്ക് ഒരൈഡന്റിറ്റി ഉണ്ട്. പ്രിയ മക്കൾ എന്ന പോലെ. ഓ ഹല്ലേലൂയ. സാത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല, നിങ്ങൾ ഉപവാസം എടുക്കുന്നതല്ല. നിങ്ങൾ ഉപവാസം എടുക്കാൻ തന്നെ വേണേ പുള്ളി കൂടെ വന്നു എന്ന് ഉപവസിക്കും സാത്താൻ. യേശുവിനെ 40 ദിവസവും പരീക്ഷിച്ചു, പരിശോധിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ലേ? അപ്പൊ കൂടെ വന്നു നിൽക്കും വേണമെങ്കിൽ. നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത ഒരു ക്വാളിറ്റി എന്താണ്? സാത്താൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തെയും ദൈവം നിങ്ങളെയും അംഗീകരിക്കുന്നു എന്നുള്ളത് ദുഷ്ടൻ ഇഷ്ടമല്ല, സാത്താൻ ഇഷ്ടമല്ല. ഓ റബോകോ ഷറ്റായാബ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പൗലോസ് അനുകരിക്കാൻ പറയുമ്പോൾ ഒരു ഉറപ്പോടും ഒരു ഐഡന്റിറ്റിയോടും ഒരു തിരിച്ചറിവിനോടും കൂടെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്നല്ല, പ്രിയ മക്കളെന്നാണ്. മക്കളെന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്ന, പ്രിയ മക്കളെന്നാണ്. ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്നത് പ്രിയ മക്കളായതുകൊണ്ടാണ്. ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നത് പ്രിയ മക്കളായതുകൊണ്ടാണ്. പല പ്രാവശ്യവും താങ്കൾ തെറ്റിപ്പോയിട്ടും താങ്കൾ ഈ മാർഗമൊക്കെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചിട്ടും ഇനി ഈ പരിപാടിക്ക് ഞാൻ ഇല്ലാന്നൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ കണക്ക് കൂട്ടിയിട്ടും പല പ്രാവശ്യവും അകന്നു പോകാൻ ട്രൈ ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഒട്ടിച്ചേർന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്ന ഗണത്തിലാണ്. ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ദൈവത്തിന് ശിഷ്യന്മാരുമുണ്ട്, ദൈവത്തിന് പ്രിയ ശിഷ്യന്മാരുമുണ്ട്. എന്നതുപോലെ താങ്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിയ മകൻ, പ്രിയ മകൾ എന്നുള്ള രീതിയിലാണ്. എന്താണ് പ്രിയ മക്കൾക്കുള്ള ഭാഗ്യമെന്ന് ചോദിച്ചാൽ, അവനോടുകൂടെ നടക്കാൻ കഴിയും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പ്രിയ മക്കളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവനോടുകൂടെ നടക്കാൻ കഴിയും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നില്ലേ? അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നില്ലേ? നോഹ ദൈവത്തോടുകൂടെ നടന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമ വീരന്മാരിൽ എത്രയോ പേർ ദൈവത്തോടു കൂടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടെ നടന്നില്ലേ? നടന്നില്ലേ? അപ്പൊ നടക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നടക്കാൻ വിളിക്കാഞ്ഞിട്ടല്ല, നടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ നിന്നെ നടത്തത്തില്ല എന്ന് പറയുന്ന, നിന്നെ നടക്കാൻ വിടത്തില്ലെന്ന് പറയുന്ന, നീ നടക്കണ്ട എന്ന് ശഠിക്കുന്ന ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില ആത്മാക്കൾ ഒരുമിച്ച് കൂടി നിന്നാൽ പ്രിയ മക്കൾ എന്ന നിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ? പ്രിയ മക്കളെ നടക്കാം എന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുമോ? അങ്ങനാണെങ്കിൽ തിരിച്ചറിയുക, നിന്റെ അവസരങ്ങളെ തട്ടിമാറ്റുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. നീ ദൈവത്തോടുകൂടെ നടക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകമുണ്ട്. നിന്നെ ദൈവത്തോടുകൂടെ നടത്തില്ല എന്ന് പറയുന്ന വാദമുണ്ട്. ഇതിനെയൊക്കെ കണ്ടുണരാൻ കഴിയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രിയ മക്കൾക്കാണ്. അങ്ങനെ ദൈവം പ്രിയ മക്കൾക്ക് തുറന്നു കൊടുത്ത ഒരു പ്രത്യേക കണ്ണുണ്ട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ തടയത്തക്ക ഒന്ന് ഈ ഭൂമിയിൽ ഇല്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ ക്ഷണം ലഭിച്ച വ്യക്തിയാണ്. ദൈവത്തോടുകൂടെ നടക്കാൻ ദൈവത്തിന്റെ ക്ഷണം ലഭിച്ച വ്യക്തിയാണ്. ദൈവത്തെ അനുകരിക്കാൻ
ദൈവത്തിന്റെ ക്ഷണം ലഭിച്ച വ്യക്തിയാണ്. ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം എന്റേതാണ്. ഞാൻ ദൈവത്തോടുകൂടെ നടക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് അവനൊരു പദവി തന്നിരിക്കുന്നു, പ്രിയമകൻ, പ്രിയമകൾ. ഹല്ലേലൂയ. പ്രിയമകനും പ്രിയമകളും എപ്പോഴും തന്റെ പ്രിയപ്പെട്ട പപ്പായോട് കൂടെ ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങളോടുകൂടെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന നിന്നെ, പ്രതിസന്ധികളോടുകൂടെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന നിന്നെ, കടബാധ്യതയോടും ജീവിത പ്രാരാബ്ദത്തോടും മടുപ്പിനോടും നിരാശയോടും ഭയത്തോടും ആകുല ചിന്തയോടും കൂടെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക്, ആ കെട്ടുകളിലേക്ക് ഈ ദൈവശബ്ദം വന്ന് പതിയുന്നത് തീ പോലെയാണ്. അത് മെഴുകു രൂപത്തിലാണെങ്കിൽ അത് ഉരുകി മാറട്ടെ, ചങ്ങല രൂപത്തിലാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കട്ടെ, കയർ രൂപത്തിലാണെങ്കിൽ അത് തീ പോലെ കഥമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ പല പ്രശ്നങ്ങളോടും കൂടെ ചേർത്ത് കെട്ടിവെച്ചിട്ട് ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയാത്ത പോലെ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ ഈ സെക്കൻഡിൽ പൊട്ടിമാറുകയാണ്. ശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ തീ. In the mighty name of Jesus. Hey, come on. Ruhul Katayazi. ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു തലം, ദൈവത്തെ അനുകരിക്കുന്ന ഒരു തലം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂക്കുമുട്ട് വന്നു നിന്നിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണമോ, പൗലോസ്ലീഹായുടെ സുവിശേഷ ഘോഷണമോ, പത്രോസ്ലീഹായുടെ സുവിശേഷ ഘോഷണമോ, യോഹന്നാന്റെയോ യാക്കോബിന്റെയോ ശീലാസിന്റെയോ സുവിശേഷ ഘോഷണങ്ങളോ എവിടെയും മുടങ്ങിയതായി പറയുന്നില്ല. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും അവർ സുവിശേഷം എഴുത്തുരൂപത്തിൽ എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അവിടെ കൂടെ തന്നെ തുറുങ്കിൽ അടച്ച് കൂടെ കാവൽ നിൽക്കുന്ന വ്യക്തികളോട് സുവിശേഷ ഘോഷണം നടത്തിക്കൊണ്ടിരുന്നു. വേദപുസ്തകം പറയുന്നു സുവിശേഷത്തിന് ബന്ധനം ഇല്ല, സുവിശേഷത്തിന് ബന്ധനം ഇല്ല, സുവിശേഷത്തിന് ബന്ധനം ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ബന്ധിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ശബ്ദം, ബന്ധിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ വചനം, ബന്ധിക്കാൻ കഴിയാത്ത തിരുവെഴുത്തിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് ബന്ധനസ്ഥനായവന്റെ അരികിൽ പോയാൽ സുവിശേഷം സുവിശേഷത്തിന്റെ സ്വഭാവം കാണിക്കും. അവന്റെ കെട്ടഴിഞ്ഞിരിക്കും. നിന്റെ ബുദ്ധിയെ കെട്ടിയത്, ചിന്തകളെ കെട്ടിയത്, ശരീരത്തെ കെട്ടിയത്, അവയവത്തെ കെട്ടിയത്, ഭാവിയെ കെട്ടിയത്, ശുശ്രൂഷയെ കെട്ടിയത് അഴിക്കുവാൻ പുറത്തുനിന്നൊരു ഗ്രന്ഥം ഇനി വേണ്ട. അകത്തേക്ക് നീ എടുത്തിരിക്കുന്നു സുവിശേഷത്തിന്റെ ശക്തി. പുറത്തേക്ക് വിട്ടാൽ മാത്രം മതി. ഈ സെക്കൻഡിൽ ആ ദൈവത്തിന്റെ വചനം ആരുടെയൊക്കെയോ മേൽ ചലിക്കുന്നു. സ്വർഗം തൊടുകയാണ് പലരെയും ഈ സെക്കൻഡിൽ. പരിശുദ്ധാത്മാവ് തൊടുകയാണ്, പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ബന്ധിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയുണ്ടെന്ന് നിനക്കറിയാം, കൃപയുണ്ടെന്നറിയാം, വരമുണ്ടെന്നറിയാം. ദൈവം പ്രയോജനപ്പെടുത്തിയാൽ കൂടെ നിൽക്കാൻ തയ്യാറാണെന്നൊരു തീരുമാനമുണ്ട്. പക്ഷെ നിന്നെ ദൈവത്തോടുകൂടെ നടക്കാൻ വിടാതെ ഒതുക്കുന്ന ചില സംഭവങ്ങൾ, ഒതുക്കുന്ന ചില അവസ്ഥകൾ, ഒതുക്കുന്ന ചില മണ്ഡലങ്ങൾ സ്വർഗം ഈ സെക്കൻഡിൽ സുവിശേഷത്തിന്റെ ശക്തിയാൽ അത് പൊട്ടിക്കുന്നു. Power, 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 power. Sharala batal goros, atal vilit, andelo toros, al garbitinis, abros in the name of Jesus. Power. Oh, mighty Father, thank you. Mighty Father, thank you. Mighty Father, thank you. Mighty Father, thank you. Oh, thank you, Jesus. അസാധാരണമായ ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അസാധാരണമായ ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവത്തെ അനുകരിക്കുക. ദൈവത്തെ അനുകരിക്കാൻ പൗലോസ് പറയുന്നു. ഒരു മനുഷ്യനെ പോലും ഇവിടെ ചൂണ്ടിക്കാണിക്കാതെ ദൈവത്തെ അനുകരിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം നിന്നെ നടത്താൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നതുകൊണ്ടാണ്. താങ്കളെ നടത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നതുകൊണ്ടാണ്. പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുമ്പോൾ, ഇന്നും നടന്നില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുമ്പോൾ, ഇനി നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നടത്തുന്ന, നടക്കുമാറാക്കുന്ന, നടത്തുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണോ അങ്ങനെ ഒരു ചിന്ത? നിങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചാണോ അങ്ങനെ ഒരു ചിന്ത? നിങ്ങളുടെ മക്കളെ കുറിച്ചാണോ അങ്ങനെ ഒരു ചിന്ത? നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണോ അങ്ങനെ ഒരു ചിന്ത?
ദൈവാത്മാവ് പറയുന്നു, നടക്കാൻ പറഞ്ഞവനെ മക്കളായിട്ട് എന്നതിനേക്കാൾ ഉപരി പ്രിയ മക്കളായിട്ട് കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരപ്പന് 2 പുത്രന്മാരുണ്ട്. അതിലൊരു പുത്രനെ, 2 മക്കളെ ഇഷ്ടമാണ്, പക്ഷെ ഒരു പുത്രനെ കുറച്ചധികം വാത്സല്യമാണെങ്കിൽ അവന്റെ കാര്യത്തിൽ കുറച്ചധികം വിട്ടുവീഴ്ചകൾ ചെയ്യുക പിതാവിന്റെ സ്വഭാവമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിനേക്കാൾ ഇളയ കുഞ്ഞിനോട് കുറച്ച് കൂടുതൽ വാത്സല്യമുള്ളതുപോലെ ദൈവത്തിന് മുഖപക്ഷം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം. മക്കളെ ദൈവം കാണുന്നത് തന്നെ പ്രിയ മക്കളായതുകൊണ്ട് ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ദൈവം കുറച്ച് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. കുറച്ച് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. കാരണം സ്പെഷ്യലാണ്. നമ്മൾ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ ചില ഗസ്റ്റ് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോൾ ഉള്ള നമ്മുടെ അറ്റൻഷനും നമ്മുടെ കെയറിങ്ങും നമ്മുടെ കുക്കിങ്ങും നമ്മുടെ സ്പെൻഡിങ്ങും എല്ലാ കാര്യത്തിലും ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുന്ന സമയത്തിനാണെങ്കിൽ, സംസാരിക്കുന്ന സമയത്തിനാണെങ്കിൽ, രീതിക്കാണെങ്കിൽ, നമ്മൾ അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, വിളമ്പുന്ന കാര്യത്തിലാണെങ്കിൽ, നമ്മൾ എന്തൊക്കെ നമുക്ക് എത്രയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ബെറ്റർ ആയിട്ട് ചെയ്യും. കാരണം സ്പെഷ്യൽ ഗസ്റ്റാണ്. യു ആർ സ്പെഷ്യൽ ഫോർ മൈ ഗാഡ്. നീ എൻ്റെ ദൈവത്തിന് സ്പെഷ്യലാണ്. ലിസൺ മീ, നീ എൻ്റെ ദൈവത്തിന് സ്പെഷ്യലാണ്. ഹല്ലേലൂയ. ഇതെൻ്റെ വാക്കല്ല, ദൈവം പറയുന്നു, താങ്കൾ ദൈവത്തിൻ്റെ പ്രിയ മകളാണ്, മകനാണ്. ഞാൻ ദീപു കൃഷ്ണ എന്ന ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയ മകനാണ്. ഇത് സാത്താൻ ഇഷ്ടമല്ല. ഞാൻ ഈ പറഞ്ഞതോ, ഞാനിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതോ, ഞാൻ ഈ സത്യത്തെ റിയലൈസ് ചെയ്യുന്നതോ, ഞാൻ ഇതിനെ അഡ്മിറ്റ് ചെയ്യുന്നതോ, അക്സെപ്റ്റ് ചെയ്യുന്നതോ, ഞാൻ ഇതിനെ അപ്ലൈ ചെയ്യുന്നതോ, ഞാൻ ഈ ഫെയ്ത്തിൽ നടക്കുന്നതോ ഒന്നും സാത്താൻ ഇഷ്ടമല്ല. സാത്താൻ ഇഷ്ടമല്ല. ഞാൻ വീണ്ടും പറയുന്നു, മോനെ, നീ പ്രാർത്ഥിക്കുന്നതല്ല പ്രശ്നം, നീ ഉപവസിക്കുന്നതൊന്നും അല്ല പ്രശ്നം. പക്ഷേ ഈ സത്യം നീ തിരിച്ചറിയുന്നതാണ് സാത്താന്റെ പ്രശ്നം. പ്രിയമകൻ, പ്രിയമകൾ, നീ സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരുപക്ഷെ ദൈവം ചില സ്പെഷ്യൽ ഗിഫ്റ്റുകൾ നിന്റെ മേൽ തരുന്നു എന്ന് നീ അറിഞ്ഞാൽ അത് നീ ദൈവത്തോടു കൂടെ അധിക സമയം നടക്കാൻ കാരണമായി തീരും. നീ ഈ സത്യം തിരിച്ചറിഞ്ഞാൽ, നീ അധികം ദൈവത്തോടു കൂടെ പറ്റിച്ചേർന്നിരുന്നാൽ, നീ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് ദൈവം സ്പെഷ്യൽ തിങ്സ് നിനക്ക് വേണ്ടി ചെയ്യും. ഇത് സാത്താൻ ഒരു വെല്ലുവിളിയാണ്. സോ നിന്നെ ദൈവത്തോടു കൂടെ നടക്കാൻ അനുവദിക്കാതിരിക്കുക, നിന്നെ ദൈവത്തോടു കൂടെ വിടാതിരിക്കുക, നീ ദൈവത്തോടു കൂടെ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇതിനു വേണ്ടി പിശാച് നിന്നെ രോഗിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി സാത്താൻ നിന്നെ ഡിപ്രഷന്റെ അകത്ത് അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി സാത്താൻ നിന്നെ മടുപ്പിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി സാത്താൻ നിന്നെ അലട്ടുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു, കിടത്തിക്കളയുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കെട്ട് ഞാൻ അഴിക്കുന്നു. In the name of Jesus. In the mighty name of Jesus. ദൈവസാന്നിധ്യം ഇതിനകത്ത് നിറയട്ടെ ബാബാ. ആ ദൈവസാന്നിധ്യം ഞങ്ങളെല്ലാം സ്വതന്ത്രമാക്കട്ടെ. പിശാച് ഇതിനെതിരായി കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ കരിയട്ടെ. Mighty name of God. Libras katal brahonda ram shatele ribra tazal cruz and tarabush. ദൈവത്തിന്റെ ക്രൂശിന്റെ ശക്തി, ദൈവത്തിന്റെ ക്രൂശിന്റെ ശക്തി, ദൈവത്തിന്റെ ക്രൂശിന്റെ ശക്തി നിനക്കെതിരെ നിൽക്കുന്ന സകല എനിമിയെ, നിനക്കെതിരെ പിശാച് ഒരുക്കിക്കൊണ്ട് നിർത്തിയ സകല എനിമിയെയും, ആ എനിമിയുടെ ഉദ്ദേശത്തെയും കർത്താവിന്ന് വിലങ്ങ് വെക്കും. ആ എനിമി ഉദ്ദേശിക്കുന്ന രീതിയിൽ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീ ഇനി നടക്കേണ്ടി വരത്തില്ല.
ആ പ്രശ്നക്കാരൻ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിന്റെ പുറകെ പരിഹാരത്തിന് വേണ്ടി നീ ഇറങ്ങിക്കേറി നടന്ന് നീ ദൈവത്തോടുകൂടെ നടക്കേണ്ട സമയം ഇനി പാഴായി പോകത്തില്ല. മനുഷ്യൻ നിനക്ക് ചുമത്തിയ അധിക ഭാരവും അധിക ബുദ്ധിമുട്ടുകളും ചുമന്ന് നടന്ന് അവസാനം ദൈവത്തോടുകൂടെ നടക്കാൻ ക്ഷീണവും മടുപ്പും അസ്വസ്ഥതയും തലവേദനയും രോഗവുമായി ഒതുങ്ങിക്കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ബിക്കോസ് യു ആർ സ്പെഷ്യൽ ഫോർ മൈ ഗാഡ്. ദൈവം വിലങ്ങ് വെക്കാൻ പോവാ. നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന എനിമിയെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ നിൽക്കുന്ന എനിമിയെ, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന എനിമിയെ, വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന എനിമിയെ സ്വർഗം ഈ സെക്കൻഡിൽ വിലങ്ങ് വെക്കട്ടെ. ബന്ധിക്കുക. In the name of God. Hallelujah. Hallelujah. ദൈവം അത് ചെയ്യും കേട്ടോ. ദൈവം അത് ചെയ്യും. കാരണം ഞാൻ ദൈവത്തോടു കൂടെ നടക്കണം. ഞാൻ ദൈവത്തോടു കൂടെ നടക്കണം. പറഞ്ഞ ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. അപ്പം ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. ഞാൻ ദൈവത്തോടു കൂടെ നടക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ദിവ്യാരോഗ്യം എന്നൊരു കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ദിവ്യാരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവികമാകുന്ന ആരോഗ്യം. ഈ പറയുന്ന പൗലോസ് ഏറുകൊണ്ട് നടന്നപ്പോ മുറിവെണ്ണയും കൊണ്ട് നടന്നതായിട്ട് വചനം പറയുന്നില്ല. ഞാൻ നടന്നു എന്നോ നടന്നില്ല എന്നോ ഞാൻ പറയുന്നില്ല കേട്ടോ. അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. പക്ഷെ പൗലോസ് എവിടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ശുശ്രൂഷിച്ചു എന്നോ, ഇങ്ങനെ പോയി 10 ദിവസം റെസ്റ്റ് എടുത്തു എന്നോ, പഞ്ചകർമ്മയിൽ പോയി കിടന്നു എന്നൊന്നും പറയുന്നില്ല. കാരണം അവർ നടന്നത് ദിവ്യ ആരോഗ്യത്തിലാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നത്തെ മെസ്സേജ് ഏത് ലെവലിലാണ് പോകുന്നതെന്ന്. എനിക്ക് പക്ഷെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, പരിശുദ്ധാത്മാവ് റൂട്ട് തിരിച്ചതായിട്ട് എനിക്കറിയാം. ഇന്ന് നമ്മുടെയൊക്കെ മേലൊരു ദൈവിക ശക്തിയും സൗഖ്യവും വെളിപ്പെടാൻ പോവാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പേഴ്സണലി ഇത് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കാരണം പൗലോസെ, നിന്നെ എറിഞ്ഞ് തകർത്തിട്ടാൽ പിന്നെ നീ അടുത്ത മിഷണറി വേലയ്ക്ക് പോകത്തില്ല. പൗലോസെ, നിന്നെ മുറിവേൽപ്പിച്ചാൽ നിനക്ക് പിന്നെ അടുത്ത സഞ്ചാരം കുറച്ച് വൈകും. പൗലോസെ, നിന്നെ അങ്ങ് ഒടിച്ച് കിടത്തിയാൽ പ്ലാസ്റ്ററിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഒരു 3-4 മാസം മിനിമം പോവും. പിന്നെ പൗലോസ് എഴുന്നേറ്റ് സുവിശേഷ വേലയ്ക്ക് പോയാലും ഈ കൊന്നിയൊക്കെ പോകത്തുള്ളൂ അല്ലേ. പിന്നെ പുള്ളിയുടെ വേഗത കുറയും. അപ്പൊ വേഗത കുറയ്ക്കണം. നീ നടക്കരുത്, നീ സഞ്ചരിക്കരുത്, നീ വേലയ്ക്ക് പുറപ്പെടരുത്, നിന്റെ മിഷണറി വേല നടക്കരുതെന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ ഒരു കൂട്ടം യഹൂദർ, ഭക്തിയുള്ള മാന്യ സ്ത്രീകൾ, പുരുഷന്മാർ മുന്നേക്ക് വന്ന് കല്ലെറിയിച്ചപ്പോഴും പല പ്രാവശ്യം യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചതിന് വിലങ്ങ് വെപ്പിച്ചപ്പോഴും എല്ലാം ഇത് ചെയ്യിച്ചവന്റെ ഉള്ളിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇയാളുടെ യാത്ര മുടങ്ങും. നീ യാത്ര ചെയ്താൽ പ്രയോജനം ഉണ്ടെന്ന് കണ്ടാൽ സാത്താൻ യാത്രയ്ക്ക് വിലങ്ങ് നിൽക്കും. നീ ഇറങ്ങി നടന്നാൽ വിടുതലുണ്ടെന്ന് കണ്ടാൽ നീ ഇറങ്ങി നടക്കാതിരിക്കാൻ പലതും ചെയ്യും. നീ ഒന്ന് ഉണർന്നു വന്നാൽ അനേകർക്ക് ഒരു വിടുതലാന്ന് കണ്ടാൽ നിന്നെ എഴുന്നേൽക്കാൻ അനുവദിക്കത്തില്ല. പക്ഷെ അതിനെ വിലങ്ങ് വെക്കുന്ന കർത്താവിന്റെ കരം ഇന്ന് എനിക്ക് വേണ്ടി ചലിക്കുകയാണ്. പറഞ്ഞ വിശ്വസിക്കുന്ന ആരുണ്ട് അതിനകത്ത്? അതിന് വിലങ്ങ് വെക്കുന്ന കരം, ഇതിന് വിരോധമായി നിന്നുകൊണ്ട് നിന്റെ യാത്രയ്ക്കാകട്ടെ, ദർശനങ്ങൾക്കാകട്ടെ, ഒരുക്കങ്ങൾക്കാകട്ടെ, പ്രവർത്തനങ്ങൾക്കാകട്ടെ വിലങ്ങ് വെക്കുന്ന സാത്താനീയ കരത്തെ സ്വർഗം വിലങ്ങ് വെച്ച് നിനക്കെതിരെ വെച്ച സകല വിലങ്ങുകളും ഇന്ന് സ്വർഗത്തിന്റെ ശക്തി ക്യാൻസൽ ചെയ്യുകയാണ്. Holy Father, mighty name of Jesus. Amen. ആകയാൽ പ്രിയ മക്കൾ,
എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഞാൻ കർത്താവിനെ അനുകരിക്കണമെന്നും അനുഗമിക്കണമെന്നും ദൈവാത്മാവ് ഇഷ്ടപ്പെടുന്നു. ഞാൻ അനുകരിക്കുകയും ചെയ്യും, ഞാൻ അനുഗമിക്കുകയും ചെയ്യും. കാരണം ഇതിന് വിരോധമായ ഒരു നിയമം വേറെയില്ല. ഇതിന് വിരോധമായ നിയമം വേറെയില്ല, കൽപ്പന വേറെയില്ല. പക്ഷേ പ്രവർത്തികളുണ്ടെന്ന് പറഞ്ഞാണ് സാത്താൻ പലതും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പ്രവർത്തികളുണ്ട്. എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നിന്നെ കെട്ടാൻ പറ്റും, എനിക്ക് നിന്നെ തടയാൻ പറ്റും. പക്ഷെ അതിനെ പൊട്ടിച്ചെറിയുന്ന ദൈവത്തിന്റെ വചനത്തെ ഞാൻ റിലീസ് ചെയ്യാണ്. In the name of Jesus. Rokobo Santar Barga Sandeli Bigaush. Hallelujah. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം നോക്കിയേ. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം. ഷയലബൂഷ് കഠലബ 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കിയേ. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. പൗലോസ് തെസ്സലോനിക്കർക്ക് തൻ്റെ തന്നെ ജീവിതത്തെ മാതൃകയാക്കി കാണിക്കാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവസരം ഉണ്ടായിരുന്നിട്ടല്ല കേട്ടോ അദ്ദേഹം മാതൃകയായത്. അദ്ദേഹത്തിനൊരു നിർബന്ധം ഉണ്ടായിരുന്നിട്ടും ഒരു ദൈവകൃപ ഉണ്ടായിരുന്നിട്ടുമാണ്. ഞാൻ ആകേണ്ട പോലെ ആകുന്നത് എൻ്റെ കഴിവ് കൊണ്ടും മെച്ചം കൊണ്ടും അല്ല. 1 എൻ്റെ നിർബന്ധം, 2 ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ദൈവം ആകേണ്ടതാക്കിയിരിക്കും. അങ്ങനെ ഒരു നിർബന്ധം നമ്മുടെ മേലുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കും. വചനം പറയുന്ന നോക്കിയേ. 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏതു സഹോദരനോടും അകന്നു കൊള്ളേണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നല്ല, ആജ്ഞാപിക്കുന്നു. നിന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിർത്താത്ത ബന്ധങ്ങളിൽ നിന്ന് അകന്നോണം. നിന്നെ ദൈവ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ബന്ധങ്ങളിൽ നിന്ന് അകന്നോണം. നിന്നെ ക്രിസ്തുവിൽ വളരാൻ സഹായിക്കാത്ത കൂട്ടായ്മകളിൽ നിന്ന് അകന്നോണം. ഇതൊക്കെ ഇത്ര ഉച്ചത്തിൽ ശബ്ദത്തിൽ ആരെങ്കിലും പറയുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഈ കാര്യത്തിലേക്ക് ഇച്ചിരി ചങ്കുറപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വളരാൻ അനുവദിക്കാത്ത, വിശ്വാസത്തിൽ നിലനിൽക്കാൻ അനുവദിക്കാത്ത, ദൈവവചനത്തിന് വിരോധമായി സംസാരിക്കുന്ന, ദൈവകൽപ്പനകൾക്ക് വിരോധമായി സംസാരിക്കുന്ന വ്യക്തികളിൽ നിന്നാകട്ടെ, കൂട്ടങ്ങളിൽ നിന്നാകട്ടെ, ബന്ധങ്ങളിൽ നിന്നാകട്ടെ അകലണം. പൗലോസ് പറയുന്നത് അതൊരു അപേക്ഷയായിട്ടല്ല, ആജ്ഞാപനമായിട്ടാണ്. ആരുടെ നാമത്തിലാണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ അത്ര സീരിയസ് ആണ് കാര്യം. കാര്യം എന്താ? നടക്കാൻ പറ്റത്തില്ല, അത് തന്നെ കാര്യം. ഇപ്പൊ നടക്കൂന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ വഴിയിലാവും കേട്ടോ. ഇപ്പൊ നടക്കൂന്ന് തോന്നും, ദൈവത്തെ വിട്ടിട്ടാണെങ്കിലും എൻ്റെ കഴിവ് കൊണ്ട് നടക്കുമല്ലോ, എൻ്റെ സാമർഥ്യം കൊണ്ട് നടക്കുമല്ലോ, എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് നടക്കുമല്ലോ, എൻ്റെ പണപ്പെരുപ്പം കൊണ്ട് നടക്കുമല്ലോ, എൻ്റെ ആരോഗ്യം കൊണ്ട് നടക്കുമല്ലോ, എൻ്റെ സമൃദ്ധി കൊണ്ട്, എൻ്റെ സൗന്ദര്യം കൊണ്ട് നടക്കുമല്ലോ, ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നടക്കുമല്ലോ. മക്കളെ, ഒന്നും ഇല്ലേ? ഏതും ഇല്ലേ? ആരോഗ്യം ഒന്നുമില്ല, സൗന്ദര്യം ഒന്നുമില്ല, പ്രതാപം ഒന്നുമില്ല, ബന്ധങ്ങളും ഒന്നുമില്ല, പണവും ഒന്നുമില്ല, ഒന്നുമില്ല. സൗന്ദര്യമുള്ളവരൊന്നിനും കഴിയാത്ത കിടക്കുന്നത് കാണണോ? ആരോഗ്യം ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലാതെ നല്ല പ്രായത്തിൽ കിടക്കുന്നത് കാണണോ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു കപ്പലണ്ടി കച്ചവടം നടത്താൻ പോലും കഴിയാത്തവർ കിടക്കുന്നത് കാണണോ? ചെറുപ്പമായിരുന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവർ കാണണോ? ഒന്നുമില്ലേ? ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാൽ, ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. ഒന്നുമില്ല. ഹല്ലേലൂയ.
അപ്പം ഞാൻ എന്നെ കെയർ ചെയ്യേണ്ടെന്നാണോ? അല്ല, നമ്മൾ നമ്മളെ കെയർ ചെയ്യണം, നമ്മൾ നമ്മളെ സൂക്ഷിക്കണം. പക്ഷെ എൻ്റെ കെയറിങ്ങിലും എൻ്റെ സൂക്ഷ്മത്തിലുമാണ് എല്ലാം എന്ന് മാത്രം നമുക്ക് സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പൗലോസ് പറയുന്നു, അകന്നുകൊള്ളണം, അകന്നുകൊള്ളണം. കാരണം നിങ്ങൾ നടക്കാനുള്ളവർ മാത്രമല്ല, നിങ്ങൾ നടത്താനുള്ളവരും കൂടാണ്. ഹല്ലേലൂയ. നടക്കാനുള്ളവർ മാത്രമല്ല, നിങ്ങൾ നടത്താനുള്ളവരും കൂടെയാണ്. ഞാനിത് ആരോടൊക്കെയോ പ്രവചിച്ച് സംസാരിക്കുമ്പോൾ തോന്നുന്നു, നിങ്ങൾ നടക്കാനുള്ളവർ മാത്രമല്ല, നിങ്ങൾ നടക്കുന്ന കണ്ട് അനേകരെ നടത്താനുള്ളവരും കൂടെയാണ്. നടത്താനുള്ളവരും കൂടെ. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു മിനിസ്ട്രി അതാണെങ്കിൽ നീ ചിലടത്ത് നകലേണ്ടതായിട്ട് വരും. നീ ഒരു വ്യക്തിയെ നടത്താനുള്ള വ്യക്തിയാണോ? അകൽച്ചകളുണ്ടാവും, അകൽച്ചകളുണ്ടാവും. പക്ഷെ ആ അകന്നു പോകുന്നത് കൊണ്ട് നീ വിഷമിക്കണ്ട കേട്ടോ. ചിലരൊക്കെ അകന്നു പോയത് നല്ലതല്ലേ? ചിലരൊക്കെ വിട്ടേച്ചു പോയത് നല്ലതല്ലേ? ചിലരൊക്കെ ഉപേക്ഷിച്ചത് നല്ലതല്ലേ? പൗലോസ് പറയാണ്, നീ അകന്നുകൊള്ളണം. എന്ത് ബെനിഫിറ്റുള്ള ബന്ധമാണെങ്കിലും അകന്നുകൊള്ളണമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ഒരകൽച്ച എന്നെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും അടുപ്പിക്കുമെന്നുണ്ടെങ്കിൽ, ഒരകൽച്ച എന്നെ ക്രിസ്തുവിന് കൂടെ ചേർത്തു നിർത്തുമെന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടുപോയ മാനുഷിക ബന്ധങ്ങളെക്കാൾ എനിക്ക് നേടിത്തന്ന ഈ ദൈവിക ബന്ധത്തെ ഞാൻ വലുതായി കാണുന്നു. ഒരു ബന്ധം, ഒരു മാനുഷിക ബന്ധം, മനുഷ്യബുദ്ധി കൊണ്ട് ഞാൻ സമ്പാദിച്ച ബന്ധം, ആ ഒരു ബന്ധത്തിൽ നിന്നുള്ള അകൽച്ച എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തെ എനിക്ക് വീണ്ടും ഊട്ടി ഉറപ്പിച്ചു തരുന്നു എങ്കിൽ, ആ മാനുഷിക ബന്ധമാകുന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നോട് കർത്താവ് ഉള്ളത്തിൽ ഇങ്ങനൊരു ചിന്ത തരുവാണ്. ഈ ചില വ്യക്തികളൊക്കെ അകന്നുപോയതിൽ ഇന്നും വിഷമിക്കുന്ന വ്യക്തികളുണ്ട്. മരണം കൊണ്ട് വേർപെട്ടതാണെങ്കിലും അല്ലാതെ വേർപെട്ടു പോയതാണെങ്കിലും അകന്നു പോയതാണെങ്കിലും ഇന്നും ആ തീരാ ദുഃഖം പേറി നടക്കുന്ന വ്യക്തിയുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ടായിരിക്കാം ചില ബന്ധങ്ങൾ അകന്നത്. നിങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം. നിങ്ങൾ വീണ്ടും ജനിച്ചൊരു കൂട്ടത്തിൽ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം ലഭിച്ചത് നിങ്ങൾ അറിയാതെ പോയത് കൊണ്ടാണ് ആ ബന്ധത്തിൽ ഇന്നും വിഷമിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഇന്നത് കേൾപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. അതിനിപ്പോ എത്ര വലിയ സഹോദരനായാലും ശരി തന്നെ, അതിനിപ്പോ എത്ര വലിയ അന്യഭാഷ പറയുന്ന വ്യക്തിയാണെങ്കിലും ശരി തന്നെ, നിന്നെ ക്രമം കെട്ട് നടക്കാൻ നിർബന്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തോടു കൂടെയുള്ള നടപ്പും ക്രമത്തിലെ നടപ്പ, ക്രമം കെട്ട നടപ്പല്ല, ക്രമം തെറ്റിയുള്ള നടപ്പല്ല. അക്രമത്തിനകത്തായിരുന്നതും ക്രമം കെട്ടി നിന്നതുമാകുന്ന നമ്മളെയൊക്കെ വിളിച്ച് തന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി കൊണ്ട് ക്രമത്തിലാക്കിയ ദൈവിക ക്രമത്തെ വിട്ടു പോകാൻ നിന്നെ ആരെങ്കിലും നിർബന്ധിക്കുന്നുവെന്നുണ്ടെങ്കിൽ, ആ ബന്ധം വിട്ട് അകന്ന് നടന്നുകൊള്ളണം. പിന്നെ അവിടെ നിൽക്കരുത്. അകന്ന് നടന്നുകൊള്ളണം, അകലണം. അകന്നാലേ നീ അകലേണ്ടടുത്ത് അകന്നാലേ നിനക്ക് അടുക്കേണ്ടടുത്ത് അടുക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നവർ മാത്രം ഒരു സ്തോത്രം ചെയ്തേ. നീ അകലേണ്ടടുത്ത് അകന്നാലേ നിനക്ക് അടുക്കേണ്ടടുത്ത് അടുക്കാൻ പറ്റത്തുള്ളൂ. നീ നടക്കേണ്ടാത്തവന്റെ കൂടെയുള്ള ബന്ധം വിട്ടാലേ നിനക്ക് നടക്കേണ്ടവന്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. നീ കാണാൻ പാടില്ലാത്തത് നിർത്തിയാലേ നിനക്ക് കാണേണ്ടവനെ കാണാൻ പറ്റത്തുള്ളൂ. Come on. Oh, the name of Jesus Christ. Hallelujah. മനസ്സിലായോ? കാണേണ്ടവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവൻ കാണാൻ കൊള്ളാമെന്നുള്ളവനാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്. അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തുള്ളതാണ്. അവൻ്റെ കാലുകൾ
വെള്ളോട്ടിന് സദൃശ്യമായി ഉലകിൽ ചുട്ടു പഴിപ്പിച്ചതുപോലത്തെ കാലുകളാണ്. അവൻ്റെ വസ്ത്രങ്ങൾ മിന്നുന്ന വെള്ള പോലെ ശോഭയുള്ളതാണ്. അവൻ്റെ മാറ് പൊൻകച്ച കെട്ടിയതാണ്. ഹല്ലേലൂയ. ഇത് കാണണമെങ്കിൽ എൻ്റെ ഈ ജഡക്കണ്ണുകൊണ്ട് നടന്നാൽ പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ നടക്കണമെങ്കിൽ എൻ്റെ ഈ കാലുകൾ കൊണ്ട് നടക്കത്തില്ല. ഈ കാലുകൾ വേർപാടാചരിക്കണം. ഈ കണ്ണുകൾ വേർപാടാചരിക്കണം. ഇവിടെ വേർപാട് വിശുദ്ധി എന്നൊക്കെ പറയുന്ന വേറെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മനസ്സ് വേർപാടാചരിക്കണം. കാരണം ഞാൻ നടക്കാൻ വിളിക്കപ്പെട്ട വീണ്ടും ജനിച്ചവനെന്നാണോ, ആ സമുദായത്തിൽ നിന്ന് വന്നവനെന്നാണോ? പ്രിയ മകനാണ്, പ്രിയ മകളാണ്. ഹല്ലേലൂയ. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ദൈവമക്കളെ. എനിക്കൊരു ഫാദറുണ്ട്. അപ്പൻ എന്നോട് പറയാണ്, നീ എന്നോടുകൂടെ നടക്കണം. അനുകരിക്കേണ്ടവനെ അനുകരിക്കാവുള്ളൂ. അനുകരിക്കേണ്ടവനെ അനുകരിക്കരുത്. നടക്കേണ്ടവൻ്റെ കൂടെ നടക്കാവുള്ളൂ. നടക്കാൻ പാടില്ലാത്തവനോട് നടക്കരുത്. അതിന് എത്ര വലിയ റിലേഷനാന്ന് പറഞ്ഞാലും ശരിയല്ല. കൂടെ കൂട്ടേണ്ടതിനെ മാത്രമേ കൂടെ കൂട്ടാം. ഞാനുമായിട്ട് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകത്തില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവരുടെ രീതിയും, എല്ലാവരുടെ സംസാരവും, എല്ലാവരുടെ നോട്ടവും, എല്ലാവരുടെ വെളിപ്പാടും ഒന്നും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകത്തില്ല. കാരണം എന്നെ കർത്താവ് ടീച്ച് ചെയ്തേക്കുന്നത് വ്യത്യസ്തമായ രീതിയാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ ആർക്കും യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. എനിക്ക് ദൈവം വ്യക്തമായ കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. എന്നോട് സംസാരിക്കുന്ന ദൈവമുണ്ട്, എന്നെ പഠിപ്പിക്കുന്ന ദൈവമുണ്ട്, എന്നെ മനസ്സിലാക്കി തരുന്നൊരു ദൈവമുണ്ട്. എന്നോട് സംസാരിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറമായിട്ട് എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനുമായിട്ടും എനിക്ക് ദൈവം തന്നേക്കുന്ന ഒരു സ്പിരിറ്റുമായിട്ട് കണക്റ്റ് ആകാത്ത ഒരു ബന്ധങ്ങളും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ബന്ധങ്ങൾ വളരെ കുറവാണ്. ഹല്ലേലൂയ. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. പക്ഷേ ആരൊക്കെ ഇല്ലെങ്കിലും നിനക്ക് ദൈവം നിന്റെ ബന്ധുവായി, കൂട്ടുകാരനായി, അപ്പനായി, നിന്നെ പ്രിയ മകനെന്നും പ്രിയ മകളെന്നും വിളിക്കത്തക്ക ഒരു നിലവാരത്തിൽ ദൈവപ്രസാദമായ ഒരു വ്യക്തിയായിരുന്നാൽ അത് മതിയെന്നേ. ഹല്ലേലൂയ. കാരണം ഈ പ്രിയ മക്കൾ വിളിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും. പ്രിയ മകൻ വിളിച്ച ദൈവം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും. ഹല്ലേലൂയ. അങ്ങനൊരു ജീവിതം ഉണ്ട്. നടക്കുന്ന ജീവിതം. Oh, Ruha Sabathuni Lihesi. In the mighty name of Jesus. Hallelujah. Hallelujah. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പാസ്റ്റേഴ്സ് നമ്മുടെ ഈ ചാനൽ കാണുന്നു എന്നുള്ളതാണ്. ഒത്തിരി പാസ്റ്റേഴ്സ് നമ്മുടെ ഈ ചാനൽ കാണുന്നു, അറ്റൻഡ് ചെയ്യുന്നു, മെസ്സേജ് വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഒരു നിറവിൻ്റെ അനുഭവം ഇതിനകത്തുണ്ട്. നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവം വിളിച്ചിരിക്കുന്നത് കാണാൻ, കേൾക്കാൻ, കൂടെ നടക്കാൻ. അങ്ങനെയൊക്കെ പറ്റും. നമ്മുടെ ഈ മീനും ചോറും തിന്നുന്ന ഈ തല കൊണ്ട് ചിന്തിച്ചാൽ അതൊന്നും നമുക്ക് കിട്ടത്തില്ല. ആത്മാവിൽ ചിന്തിക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുന്നവനെ ദൈവത്തിന് അറ്റൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സംശയം ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ചോദ്യാവലിയായി തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവത്തിന് അറ്റൻഡ് ചെയ്യുന്നവർ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഖറാബോ സാന്റാരാബ. ദൈവം നിന്നെ നടത്തുന്നേ, ദൈവം നിന്നെ കാണിക്കുമെന്നേ, ദൈവം നിന്നെ ഉപയോഗിക്കുമെന്നേ. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. അതിന് കറ കളഞ്ഞൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. കർത്താവുമായിട്ട് കറ കളഞ്ഞൊരു സ്നേഹം. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയണം. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് എനിക്ക് US ഗ്രീൻ കാർഡ് കിട്ടുമോയെന്നും എനിക്ക് ഓസ്ട്രേലിയയിലോട്ട് കയറിപ്പോകാൻ പറ്റുമോയെന്നും ഞാനിപ്പം നിൽക്കുന്നത് കിഴക്ക് ദിക്കിലാണ്, പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകാൻ നിയോഗം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവിടുന്ന് ഏത് സമയത്താണ് മൂവ് ചെയ്യേണ്ടത്, ഇവിടുന്ന് കുറ്റിയും പറിച്ച് അവിടെ പോയാൽ അവിടെ മുളയ്ക്കുമോ, ഇങ്ങനെയൊന്നും ഈ ഭാവി ഭൂതം വർത്തമാനം ചോദിക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കറ കളഞ്ഞ വിശ്വാസം, കർത്താവിൽ വിശ്വസിക്കാനുള്ളൊരു വിശ്വാസം. അത് പ്രവചനം കേട്ടോണ്ടാവരുത്, ആ ദൂത് കേട്ടോണ്ടാവരുത്, അത് അവനിലുള്ള വിശ്വാസം. എന്നെ വിശ്വസിച്ചല്ലേ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത്, എന്നെ വിശ്വസിച്ചല്ലേ എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വരെ നൽകിയത്. ആദം ഹവ്വായ്ക്ക് വേണ്ടിയിട്ടാണോ കർത്താവ് ഇറങ്ങി വന്നത്? നിങ്ങൾ പറ, ആദം ഹവ്വായ്ക്ക് വേണ്ടിയിട്ടാണോ കർത്താവ് ഇറങ്ങി വന്നത്? അല്ല, എനിക്ക് വേണ്ടി. ഇന്നും ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കാൻ വേണ്ടി, ഞാൻ അറിയാൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ സ്വീകരിക്കാൻ വേണ്ടി. എന്നോ എപ്പോഴോ ജനിക്കാനിരിക്കുന്ന ഒരു ദീപു കൃഷ്ണയ്ക്ക് വേണ്ടി ദീപു കൃഷ്ണൻ എന്നെ സ്നേഹിക്കുവോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കർത്താവ് മരിക്കാനിരുന്നായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? അപ്പൊ എന്നെ വിശ്വസിക്കാൻ ദൈവത്തിനൊരു മനസ്സുണ്ട്. എനിക്ക് ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ പ്രവചനം വേണോ? എനിക്ക് ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ കാര്യസാധ്യം നടക്കണോ? എനിക്ക് ദൈവത്തെ അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, ഏറ്റെടുക്കണമെങ്കിൽ, ഒന്ന് ആമേൻ പറയണമെങ്കിൽ എനിക്കിനി ഒരു ദൂത് കേൾക്കണോ? ചിന്തിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പെർമിഷന് ആർക്കാ? പ്രിയമക്കൾക്ക്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യോടെ വായിച്ചു നിർത്തുവാണ്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടു നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. കർത്താവ് എന്നെ വിളിച്ചത് ക്രമത്തോടെ ജീവിക്കാനാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? കർത്താവ് എന്നെ വിളിച്ചത് ക്രമത്തോടെ ജീവിക്കാനാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഈ പ്ലാറ്റ്ഫോമിനകത്ത്? അവരെ കർത്താവ് സഹായിക്കട്ടെ, അവരെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്നെ നടത്തത്തില്ലെന്ന് പറയുന്ന, നിന്നെ നടക്കാൻ വിടത്തില്ല എന്ന് പറയുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോവുക. നിന്നെ നടത്തത്തില്ലെന്ന് പറയുന്ന ദൈവമേ, ഞാൻ നിന്നെ സ്വീകരിക്കുകയാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഓ ജീസസ് ക്രൈസ്റ്റ്, ആ കരം നിന്റെ മേൽ ഇന്ന് വെളിപ്പെടാൻ പോവാ കുഞ്ഞെ. ആ കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോവാ. ആ കർത്താവിൻ്റെ കരം ഇന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോവാ. വിശ്വസിക്കുക. യേശു നിന്നെ തൊടാൻ പോവുക. യേശു നിന്നെ in the mighty name of Jesus, in the mighty name of Jesus, in the mighty name of Jesus. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുടെ ശരീരത്തിലേക്കും ദൈവ സാന്നിധ്യം പകരുകയാണ്. Holy Ghost, in the mighty name, in the Jesus name, holy fire, in the name of God. ഇപ്പോൾ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ജനത്തിന്റെ മേൽ പകരണമേ. ഇപ്പോൾ പിതാവേ,
അങ്ങയുടെ കര ജനത്തെ തൊടണമേ ഇപ്പോൾ പിതാവേ. അങ്ങയുടെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഓ റിബാനാമ ശംഥേരേലേബ റുഖോസ ലിബ്രാഖ ടൽബാഖ ഷഠയ റൽകാഠ ലംഥോനോബോ സഠേ റെംബോ ഷഠയാല ഓ റെബ സഠേൽഗര. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, എന്നെ കാണുന്ന ഓരോ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതാ ഇവർ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾ, ഇവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ, ഇവർ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങൾ, ഇവർ അനുഭവിക്കുന്ന എല്ലാ നിരാശകൾ, ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല അവസ്ഥകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിന്റെ അത്ഭുതകരം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ പിതാവെ, അങ്ങയോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് കഴിയാത്തതുപോലെ പുറകിലോട്ട് വലിക്കുന്നത്, അങ്ങേ അനുകരിക്കാൻ ആഗ്രഹമുള്ളതും എന്നാൽ അതിന് കഴിയാത്തതുപോലെ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നതുമാകുന്ന സകലത്തിൽ നിന്നും ഈ ജനം വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരെ അലട്ടുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഇവരെ പിടിച്ചു വെക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. ഇവരെ ദൈവത്തെ അനുകരിക്കുന്ന അനുകാരികളായി, പ്രിയമക്കളായി അവിടുന്ന് ഒരുക്കിയെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഒത്തിരി വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസമുള്ള മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ കർത്താവിൻ്റെ വചനം ഈ ചാനലിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഫിസിക്കൽ ചർച്ചിനെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ.